മച്ചന്മാരെ, നമ്മൾ മുട്ടൻ ചെറുമീനുകളുടെയും വാഹകളുടെയും ഒക്കെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ നിന്നൊരു ചെറുമീനെ പൊക്കാനുള്ള ശ്രമമാണ് നടത്താനായിട്ട് പോകുന്നത്. ഇവിടെ തൊട്ടടുത്തായിട്ട് കുറേ പോച്ചയൊക്കെ വെള്ളത്തിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ആ പോച്ചയുടെ സമീപത്ത് ഒരു മുട്ടൻ ചെറുമീൻ നിൽക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഫ്രോഗ് അതിൻ്റെ സമീപത്ത് തന്നെ എറിഞ്ഞിട്ടിട്ടുണ്ട്. തായ് ജംപ് ഫ്രോഗാണ് നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ കൈകൊണ്ട് റിട്രീവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതിന് സ്വാഭാവികമായിട്ട് തന്നെ ഒരു ആക്ഷൻ ഉണ്ട്. ഈ ആക്ഷൻ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന മീനുകൾക്ക് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. അവന്മാർ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രോഗിനെ സ്ട്രൈക്ക് ചെയ്തിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ പോച്ചയുടെ സമീപത്ത് തന്നെ അടുത്ത കാസ്റ്റ് ചെയ്യുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഫ്രോഗിലൂടെ നിന്ന് അടി വീഴാം. മുട്ട ചെറുമീനൊക്കെ ആയിരിക്കും ഇതുപോലുള്ള സ്പോട്ടുകൾ ഉണ്ടാവുക. കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ട് തന്നെ ഫ്രോഗ് ചെന്ന് വീണിട്ടുണ്ട്. ഈ തായ് ജംപ് ഫ്രോഗുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് ഫ്രോഗുകളെ പോലെ നമ്മൾ കൈകൊണ്ട് ആക്ഷനൊന്നും കൊടുത്തില്ലെങ്കിലും ഇത് റിട്രീവ് ചെയ്യുന്ന സമയത്ത് ചാടി നല്ല ആക്ഷനോടുകൂടി തന്നെ വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. കാശ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും അതേ സ്പോട്ടിൽ തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം പുഴയുടെ സെൻറ്ററിലേക്കൊന്നും ഈ ചെറുമീനൊന്നും എറിഞ്ഞിട്ട് കാര്യമില്ല. അവന്മാർ കൂടുതലും ഇതുപോലുള്ള പോച്ചകളുടെയൊക്കെ സമീപത്ത് പോയി പതുങ്ങി നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. അതാകുമ്പോൾ അവർക്ക് സുഖമായിട്ട് ഹൈഡ് ചെയ്തിരുന്നിട്ട് സൈഡിലൂടെ വരുന്ന പരലുകളെയും തൂളിനെയൊക്കെ വെട്ടിപ്പിടിക്കാം. അതാണ് അവന്മാർ കറക്റ്റ് അവിടെ തന്നെ പോയി ഇരിക്കുന്നത്. നമ്മൾ വീണ്ടും കാശ് ചെയ്യുകയാണ്. എപ്പോൾ ആണെങ്കിലും നമ്മുടെ ഫ്രോയിൽ അടിപൊട്ടാം. നമ്മുടെ ഫ്രോവിൻ്റെ ചലനം ശരിക്കും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഈ ചെറുമീനുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. പല രീതിയിലാണ് അവർ പല സമയത്ത് സ്ട്രൈക്ക് ചെയ്യുക. ചില ചെറുമീനുകൾ വന്നിട്ട് വെള്ളം അടിച്ച് തെറിപ്പിച്ച് നല്ല ഫോഴ്സോടു കൂടി ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ കാണാനായിട്ട് പറ്റും. ചില ചെറുമീനുകൾ അധികം വെള്ളം അടിച്ച് തെറിപ്പിക്കുന്നൊന്നുമില്ല. അമ്മ നൈസായിട്ട് വന്നാൽ നമ്മളെ ഫ്രോവിനെ എടുത്തിട്ട് പോകത്തുള്ളൂ. ചെറിയൊരു ചലനം വെള്ളത്തിൻ്റെ മുകളിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നോക്കി നിന്ന് ഹുക്കപ്പ് കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കണം. മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഒരു തീപ്പൊരു ഹുക്കപ്പം കൊടുത്താൽ മതി. പിന്നെ ഓക്കെ കേസാണ്. ഇതുപോലുള്ള ഫ്രോഗുകളുടെ ഹുക്ക് ബാക്കിൽ ഓപ്പൺ ആയതുകൊണ്ട് വലിയ സീനില്ല. ഹുക്കപ്പ് അല്പം പ്രോപ്പർ ആയില്ലെങ്കിൽ പോലും നമുക്ക് മീൻ മിസ്സാവത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇത്തരം ഫ്രോഗുകൾ ഉപയോഗിച്ച് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ വീണ്ടും അവിടെ തന്നെ എറിയുകയാണ്. എപ്പോഴെങ്കിലും നമുക്ക് സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഫ്രോഗ് ശരിക്കും നിരീക്ഷയോടാണ് നിൽക്കുന്നത്. നമ്മൾ ഡാർക്ക് റെഡ് കളറുള്ള ഫ്രോഗാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.